സിദ്ധികൾ എന്നുള്ള വാക്ക് സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. അതായത് ഇത് ശരിക്കും സൂപ്പർ പവേഴ്സ് ആണോ? ഇവർ ഈ പറയുന്നത് പോലെ വലുതാവാനും ചെറുതാവാനും പറക്കുവാനും വെള്ളത്തിന് മുകളിൽ നടക്കുവാനുള്ള ആ പവേഴ്സിനെയാണോ സിദ്ധി എന്ന് പറയുന്നത്? ഇതൊക്കെ സത്യം തന്നെയാണോ? ഇതൊക്കെ ഉള്ളതാണോ ശരിക്കും? ഇത് തന്നെയായിരുന്നു എൻ്റെയും ചോദ്യം. ഇങ്ങനെയൊക്കെ ഉണ്ടോ? അത് ഇതൊക്കെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയാമല്ലോ, ഉണ്ടെങ്കിൽ ഉണ്ടെന്നും പറയാമല്ലോ. പക്ഷേ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? അനുഭവിച്ചറിയണം. ഇല്ല, പറ്റുമോ? അത് അനുഭവിക്കാനായിരുന്നു എൻ്റെ സാധനാ മാർഗം. അനുഭവിച്ചു, അനുഭവത്തിലുണ്ട്. പക്ഷേ ഇതിലെന്താ വലിയ കഥ? ആകാശത്ത് പറക്കുക വലിയ കഥ, കഴിവല്ലേ അല്ലേ? വലിയൊരു സിദ്ധിയല്ലേ ആകാശത്തോട് പറന്ന് നടക്കുക? പക്ഷികൾക്കുണ്ടല്ലോ. വലുതാവുക, ചെറുതാവുക. തവളയും വീർത്ത് വലുതാവാറുണ്ട്, ചുരുങ്ങി ചെറുതാവാറുമുണ്ട്. വാവുളിക്കുക, വിഴുങ്ങുക, വലിയ വലിയ പെരുമ്പാമ്പ് എന്ത് വലിയ വസ്തുക്കളെയൊക്കെ വിഴുങ്ങുന്നുണ്ട്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, സർവ്വ ജീവജാലങ്ങളും സിദ്ധരല്ലേ? ഇനി സിദ്ധി എന്നുള്ള അർത്ഥം നോക്കിയാൽ, താങ്കൾ എഞ്ചിനീയറാണ്, നല്ലൊരു എഞ്ചിനീയർ ആകുക എന്ന് വെച്ചാൽ ഒരു സിദ്ധിയല്ലേ? നല്ലൊരു ഗൃഹിണി, നല്ലൊരു പാചകക്കാരി, അവർ പാചകം നന്നായിട്ട് ചെയ്യുക എന്നുള്ള ഒരു സിദ്ധിയല്ലേ? ഓരോ മേഖലയിലുള്ള മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളെ സമ്പൂർണ്ണം ചെയ്യുന്ന അത് അവരുടെ സിദ്ധിയാണ്. പക്ഷേ നമുക്ക് താല്പര്യം കഥകളിലാണ്. ഇത് പറ്റുമോ? എനിക്ക് ആകാശത്തോടെ പറക്കാൻ പറ്റുമോ? എനിക്ക് വെള്ളത്തിനടിയിരിക്കാൻ പറ്റുമോ? എനിക്ക് മറ്റുള്ള മനസ്സ് വായിക്കാൻ പറ്റുമോ? എനിക്ക് ചുരുങ്ങി ചെറുതാവാനും ആകാശം മുട്ട വലുതാകാനും സാധിക്കുമോ? സാധിക്കും. ആ സിദ്ധിക്ക് വേണ്ടി യത്നിച്ചാൽ അത് സാധിക്കും. അതിനുള്ള സാധനങ്ങൾ ചെയ്താൽ അതൊക്കെ സാധിക്കും. അസാധ്യമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. മനുഷ്യ മനസ്സുകൾ അതിൽ പെട്ടുകിടക്കുന്ന എന്താ? ആ സിദ്ധികളിലൂടെ എനിക്ക് എളുപ്പം പേര് നേടാം, അതിലൂടെ എനിക്ക് ധനം സമ്പാദിക്കാം, അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള വിചാരം കൊണ്ടല്ലേ സിദ്ധികളെ മനുഷ്യർ ഭ്രമിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ട് ശാന്തി കിട്ടുമോ? സന്തോഷം ഉണ്ടാവുമോ? ഉണ്ടാവാൻ സാധ്യതയേയില്ല. കാരണം ഈ സിദ്ധികൾ താൽക്കാലികമാണ്, വന്നു പോകുന്നതാണ്. സിദ്ധികൾ ഒരു സമയം സാധനയിലൂടെ നേടും, കുറച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. കാരണം പ്രകൃതിയുടെ സ്വഭാവം തന്നെ പരിണാമമാണ്. പരിണാമത്തിൽ സിദ്ധികൾ നമ്മളിൽ നിന്ന് പരിണമിച്ച് മാറിപ്പോകും. അപ്പോഴോ പടുകുഴിയിലേക്ക് വീഴും. അതുകൊണ്ട് തന്നെ പരമമായ സിദ്ധി എന്ന് വെച്ചാൽ സന്തോഷമാണ്, പ്രേമമാണ്, ആനന്ദമാണ്. അതിൻ്റെ പൂർണ്ണതലമാണ് പരമശാന്തി. അതാണ് യഥാർത്ഥ സിദ്ധി. ഗുരുജി, ഇപ്പോൾ ഈ സംസാരിച്ച ടോണിൽ വളരെ യങ് ആയിട്ട് വൈബ്രൻ്റ് ആയിട്ടുള്ള മൈൻഡുകളോട്, എന്നാൽ ഈ കാര്യങ്ങളിൽ ഫാസിനേഷനുള്ള ആളുകളോട്, ഐ മീൻ യൂത്തിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്തായിരിക്കുമെന്ന് ആണ് അങ്ങയുടെ അഭിപ്രായം? അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പലരും എന്നോട് ഈ വിഷയങ്ങൾ വന്ന് സംസാരിക്കുന്നതാണല്ലോ. ചെറുപ്പക്കാരൻ ഇതറിയാനാണ്, ഗുരുജി ആ സിദ്ധി എങ്ങനെ നേടാം? വളരെ എളുപ്പമാണ്. ഈ 20 വർഷക്കാലോ 25 വർഷക്കാലോ ഇന്ന സിദ്ധി ഇന്ന ചെയ്താൽ ഞാൻ പറഞ്ഞു കൊടുക്കും ചിലരോട്. പക്ഷെ 20-25 വർഷക്കാലം അവർ ചെയ്യാൻ തയ്യാറാണോ? സിദ്ധനാക്കി ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ അത് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല, കാരണം അവനെ സംബന്ധിച്ചാണ് ഈ സിദ്ധികളുണ്ടില്ല. അവൻ അതിനുള്ള സാധന ചെയ്തു കഴിഞ്ഞാൽ ഉണരാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അത്ഭുതകരമായിട്ടുള്ള സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മനസ്സ് വായിക്കുന്ന സിദ്ധി, താങ്കളുടെ മനസ്സിൽ കൂടെ എന്താണ് ചിന്തകൾ, താങ്കൾ എന്നെപ്പറ്റി എന്തൊക്കെയാണ് വിചാരിക്കുന്നത്, ചിന്തകളൊക്കെ തരംഗങ്ങളായി പുറത്തേക്ക് വരുന്ന സദാ താങ്കളൊരു ഒരു ടവറിൽ കൂടെ റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന പോലെ താങ്കൾ നിരന്തരം ഇത് പ്രവഹിച്ചുകൊണ്ടിരിക്കുക. ഇത് പ്രപഞ്ചത്തിൽ പോവുകയും അത് കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും അത് പലതുമായിട്ട് യോജിക്കുകയും വേറൊന്നായി ഒരു വസ്തുവായി രൂപപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നിരന്തരം. താങ്കളുടെ ചിന്തകളാണ് ഈ പ്രപഞ്ചമായി പരിണമിക്കുന്നത്. അതിന് നമുക്ക് അക്സസ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇതിൻ്റെ അകത്ത് തന്നെ എന്തുമാത്രം ചിന്തകളാണ്, ഇതിൻ്റെ അകത്ത് തന്നെ എന്തുമാത്രം പ്രശ്നങ്ങളാണ്. ഇതിലൊപ്പം ഈ ഇരിക്കുന്ന എല്ലാം കേട്ടു തുടങ്ങി എന്തായിരിക്കും ഗതി? സമാധാനം ഉണ്ടാവും എന്നാണ് വിചാരം. ഇതൊക്കെയാണ് സിദ്ധികളുടെ പ്രശ്നങ്ങൾ. ഇത് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ പൊതുവിൽ എന്നെ ഓടി ഒളിച്ച് കളയും ആൾക്കാർ. കാരണം എന്താ? അവരുദ്ദേശിച്ചതാ വളരെ എളുപ്പത്തിൽ അനുഗ്രഹം കൊണ്ട്, കുണ്ഡലി ഉത്ഥാനം കൊണ്ട്, ശക്തിപാതം കൊണ്ട് അങ്ങ് ഉണർത്തിയെടുത്തേക്കാൻ. അതിൻ്റെ പാപം ആര് വഹിക്കും? ഞാനോ? കാര്യം മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ താല്പര്യമുള്ളത് ചെയ്തോളുക.
അതിന് തപസ് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ചെയ്തോളുക, നേടിക്കൊള്ളുക. കാരണം അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ വേണ്ടേ. അതെന്തിനാണ് അങ്ങനെയുള്ള ആളുകൾ? അവരുടെ ആഗ്രഹമല്ലേ. ഇതൊക്കെ ഒരുതരം രോഗമല്ലേ, ഒരു ചൊറിച്ചിൽ. ഇങ്ങനെ ചൊറിയാൻ ചിലർ ആഗ്രഹിക്കുന്നു, അങ്ങനെ ചൊറിയാൻ ചിലർ ആഗ്രഹിക്കുന്നു. എങ്ങനെ ചൊറിയണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമല്ലേ. ഇതുകൊണ്ട് ഉള്ളതാണ്, അനുഭവിച്ചതാണ്, അത് പറഞ്ഞു കൊടുക്കാൻ ആൾ വേണമല്ലോ. അതെൻ്റെ പണി, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്ത് നോക്ക്. അപ്പൊ സിദ്ധികളിലൊന്നും ഒരു കാര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ ഇതിനെ വർണ്ണിച്ച് വളരെയധികം പൊക്കി പറയുന്നതിന്റെ കാര്യം എന്താണ്? നിങ്ങൾ പണ്ട് AK-47 ഇല്ല, മിസൈലില്ല, അപ്പോൾ നിങ്ങൾക്ക് സിദ്ധികൾ കൊണ്ട് പല കാര്യങ്ങൾ നേടാൻ പറ്റുമായിരുന്നു. സിദ്ധി കൊണ്ട് നിങ്ങൾ ഒരു ശരം എഴുതി കഴിഞ്ഞാൽ ആ ശരം അവൻ്റെ പ്രവൃത്തി ചെയ്ത ശേഷം നിങ്ങൾ തിരിച്ചു വരുന്നു. സിദ്ധി കൊണ്ട് ഇന്ന വസ്ത്രങ്ങൾ നിങ്ങൾ ഫലിക്കില്ല, അല്ലെ, ശരീരത്തെ വലുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർ തച്ച് കുറയ്ക്കാം. ആ സമയത്ത് സിദ്ധികളൊക്കെ പ്രയോജനകരമായിരുന്നില്ലേ. സിദ്ധികളെ വലിയ ഇമ്പോർട്ടൻസ് ഏത് പുരാണത്തിൽ കൊടുക്കുന്ന, സിദ്ധനാണെന്ന് പറയുന്നില്ലേ ഉള്ളൂ. അപ്പോഴും പരമായ സിദ്ധി രാമനിൽ പറയുന്ന ഏതെങ്കിലും സിദ്ധിയാണോ പറയുന്നത്? കൃഷ്ണൻ പറയുന്ന സിദ്ധി ഏതാ? പ്രസന്നതയല്ലേ. രാമനിലെ സ്ഥൈര്യമല്ലേ, സ്ഥിരതയല്ലേ സിദ്ധിയായിട്ട് പറയുന്നത്. രാമനിലെ പ്രേമം, കൃഷ്ണനിലെ അല്ലെങ്കിൽ രാമനിലെ ആ പ്രേമ സ്വരൂപത്തെയല്ലേ സിദ്ധിയായിട്ട് പറയുന്നത്. വിശ്വരൂപ ദർശനം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. വിശ്വരൂപ ദർശനം എന്ന് വെച്ചാൽ എന്താ? അത് സിദ്ധിയുടെ പ്രയോഗമല്ല. സിദ്ധി പ്രയോഗമല്ല, അത് ദർശനമാണ്, സിദ്ധിയൊന്നുമല്ല. അത് സീതാഹോന എന്ന് വെച്ചാൽ നിവർന്നു നിൽക്കലാത്, ഉണർന്ന് എഴുന്നേക്കലാത്. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഇതൊക്കെ വെറും നാടകം. ഈ സിദ്ധികളൊക്കെ അതിൻ്റെയൊക്കെ വെറും ചെറിയ കണികൾ മാത്രം, മനസ്സിൻ്റെ ശക്തികളുടെ സ്ഫുരണങ്ങൾ മാത്രമല്ലേ സിദ്ധികൾ. ഈ പ്രപഞ്ചം മുഴുവൻ നിന്നിലുണ്ടായി പറയുന്നതാണെങ്കിൽ ഇവിടെ സർവ്വം നീ തന്നെയല്ലേ. അത് പരമസിദ്ധിയല്ലേ, അത് ശാന്തിയാണ്. അതാണ് വിശ്വരൂപം. ഈ വിശ്വം, നീ ഭൂമിയിൽ കാലുറപ്പിച്ച് നിന്ന് ഈ പ്രപഞ്ചം നോക്കുമ്പോൾ നിന്നിലാണ് ഈ ഭൂമിയും, നിന്നിലാണ് ആകാശവും, നിന്നിലാണ് നക്ഷത്രങ്ങളും, ഈ സർവ്വ ചരാചരങ്ങളും നിന്നിൽ ഉദിച്ചുണർന്ന് പ്രവർത്തിച്ച് അസ്തമിക്കുന്ന പ്രതിഭാസങ്ങൾ മാത്രമാണ്. നീ സർവദാ ഉള്ളതാണ്. 3 കാലത്തും സർവദേശത്തും നീ ഉപസ്ഥിതനാണ്. അതല്ലേ പരമായ സിദ്ധി. ആ സിദ്ധ്യാനുഭവം ശാന്തിയാണ്. മറ്റുള്ള സിദ്ധികൾ മനസ്സ്, ശരീരം തുടങ്ങിയ തുച്ഛമായ വിചാരങ്ങളിൽ നിന്നുണ്ടാക്കുന്നതല്ലേ, ഒരു ശരീരത്തെ സംബന്ധിച്ചുള്ളതല്ലേ, അതൊക്കെ തുച്ഛമല്ലേ. അതല്ല ദേവതാ സങ്കല്പങ്ങളിലോ അല്ലെങ്കിൽ ദേവതകളൊക്കെ കാണിച്ചിരിക്കുന്നത്. പുരാണത്തിലും ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ആത്മബോധത്തെയല്ലേ പ്രകീർത്തിച്ചിരിക്കുന്നത്, സിദ്ധികളെ അല്ല. ആത്മജ്ഞാനത്തെയല്ലേ പ്രകീർത്തിച്ചിരിക്കുന്നത്. സർവഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഉണ്ട്. ഇതൊക്കെ യോഗത്തിൻ്റെ സൈഡ് എഫക്റ്റുകളാണ്, യോഗ സാധനയുടെ സൈഡ് എഫക്റ്റുകളാണ്, തന്ത്രയോഗ സാധനയുടെ സൈഡ് എഫക്റ്റുകളാണ് സിദ്ധികൾ. ഈ വഴി കൂടെ പോകുന്ന എല്ലാവർക്കും അതൊക്കെ ഉണ്ടായി വരും, പോവുകയും ചെയ്യും. ചിലർക്ക് ആ സിദ്ധികൾ കാലക്രമത്തിൽ ഉറപ്പിച്ചു വെക്കാനുള്ള ചില രൂപങ്ങൾ അങ്ങനെ ഡിസൈൻഡാണ്, അതിന് പറ്റും. അപ്പോൾ സൈഡ് എഫക്റ്റുകൾ തന്നെ എടുത്ത് പറയണം. സാധനയുടെ സൈഡ് എഫക്റ്റാണ് സിദ്ധികൾ, വ്യക്തമായും ഞാൻ പറയുന്നു. സാധനയുടെ യഥാർത്ഥ സിദ്ധി ശാന്തിയാണ്, പരമശാന്തി. അതിൻ്റെ അടുത്തെത്തുമ്പോൾ ആനന്ദവും പ്രേമവും, പരമമായ തലം ശാന്തി തന്നെയാണ്. അപ്പോൾ സിദ്ധികൾ ഉണരുമ്പോൾ അഹങ്കാരം ഉണരാനുള്ള സാധ്യതയും അതിലില്ലേ? സിദ്ധികൾ വന്നാൽ അല്ലല്ലോ അഹങ്കാരം ഉണ്ടാവാറുണ്ടല്ലോ. സിദ്ധികൾ മനസ്സിൻ്റെ ലിമിറ്റേഷൻ അല്ലേ, അല്ലെ മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ അല്ലേ സിദ്ധികൾ. അത് വരുമ്പോൾ മനസ്സിനെ ചുരുക്കിയില്ലേ. സർവം നിറഞ്ഞിരിക്കുന്ന മനസ്സിനെ, സർവം സ്വതന്ത്രമായി നടക്കുന്ന മനസ്സിനെ ചുരുക്കുമ്പോഴല്ലേ സിദ്ധി ഉണ്ടാവുന്നത്. അതിനെ ഏകാഗ്രപ്പെടുത്തുമ്പോഴല്ലേ സിദ്ധി ഉണ്ടാവുന്നത്. ആ സിദ്ധികൾ അഹങ്കാരത്തെ ഉണ്ടാക്കില്ലേ. അഹങ്കാരം വെച്ചാൽ ഞാൻ അതാണ്, എനിക്കിത് പറ്റും എന്നുള്ള വിചാരത്തെ ഉളവാക്കാതെ സിദ്ധി ഉണ്ടാവുമോ? അത് യോഗ സാധനയ്ക്കുള്ള വിഘ്നമാണ്, വിഘാതമാണ്. അതിനുള്ള മനസ്സിൻ്റെ കളിയാണ് സിദ്ധികൾ. പക്ഷെ ഉള്ളതാണ്.